ഗൈസ്, നമ്മുടെ നറൂട്ടോ സീരീസിലെ റിൻ മരിക്കുന്നതോടുകൂടിയാണ് ഒബീറ്റോ തെറ്റായ പാതയിൽ പോയി ഒരു വില്ലനായി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ റിൻ മരിക്കാതിരുന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സീരീസിൽ എന്താണ് സംഭവിച്ചത്? ഹിഡൻ സ്റ്റോൺ വില്ലേജിലെ ആൾക്കാർ റിന്നിനെ തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ റിന്നിനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ടീമേറ്റിലുള്ള നമ്മുടെ കക്കാഷി ഒബീറ്റോ ആണെങ്കിൽ ഒരു കേവിനുള്ളിൽ എത്തുകയും ഈ സമയം ഒബീറ്റോയുടെ മുകളിൽ ഒരു പാറ വീണെ താൻ മരിക്കാനായ ആ ഒരു അവസ്ഥയിലും ഒബീറ്റോ തന്റെ ഷെറിങ് നമ്മുടെ കക്കാഷിക്ക് കൊടുക്കുന്നു. റിന്നും കക്കാഷിയും അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഇവര് രണ്ടുപേരും കരുതിയിരുന്നത് നമ്മുടെ ഒബീറ്റോ മരിച്ചെന്നാണ്. എന്നാൽ സത്യത്തിൽ ഇവിടെ ഒബീറ്റോ മരിക്കുന്നില്ല. നമ്മുടെ മാതറ ഒബീറ്റോയെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സീരീസിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെ. അത് കഴിഞ്ഞ് കക്കാഷി റിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മിസ്റ്റ് വില്ലേജിലെ ആൾക്കാരുമായി ഫൈറ്റ് ചെയ്യുന്നു. അതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റിന്നിനെ പിടിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവൾ തന്നെ നമ്മുടെ കക്കാഷി ചിതോരി യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ കയറി വരികയും കക്കാഷി അറിയാതെ ആ ഒരു ചിതോരി അറ്റാക്ക് റിന്നിന് മുകളിൽ കൊടുക്കുകയും ചെയ്യുന്നു. ആ സ്പോട്ടിൽ തന്നെ ഒബീറ്റോ അവിടെ വന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുകയും പിന്നീട് താൻ പതിയെ ഒരു ഈവിൾ ക്യാരക്ടറിലേക്ക് മാറുന്ന രീതിയിലുമാണ് ഇവിടെ കാണിച്ചു തന്നത്. എന്നാൽ ഇവിടെയുള്ള സിറ്റുവേഷനിൽ ഇതൊക്കെ മാറി. അതായത് നമ്മുടെ കക്കാഷി ചിതോരി വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപിൽ തന്നെ റിന്ന് വരികയും അവൾക്ക് ചിത്തോരി ഏൽക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒബീറ്റോ അവിടെ എത്തി കക്കാഷിയുടെ കൈ പിടിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന കക്കാഷി റിന്നും വരെ ഷോക്കായി പോകുന്നു. കാരണം ഒബീറ്റോ ഇവിടെ മരിച്ചെന്നാണ് ഇവരൊക്കെ കരുതിയിരുന്നത്. എന്നാൽ കക്കാഷി ആണെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ ഫൈറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഒബീറ്റോയ്ക്ക് ഓർഡർ കൊടുക്കുന്നു. കാരണം കക്കാഷിയാണ് ഇവരുടെ ടീം ലീഡർ. എന്നാൽ ഇത് കേൾക്കുന്ന ഒബീറ്റോ ആണെങ്കിൽ ദേഷ്യത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവനോടെ വന്നത്, എന്നിട്ടും നീ എനിക്ക് ഓർഡർ തരുകയാണോ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ കക്കാഷി ഒബീറ്റോയും ആ മിസ്റ്റ് വില്ലേജിലെ ആൾക്കാരെയൊക്കെ അടിച്ചിടാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ കക്കാഷിക്ക് ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒബീറ്റോ മിസ്റ്റ് വില്ലേജിലെ ആൾക്കാരൊക്കെ അടിച്ചങ്ങ് കൊല്ലുന്നു. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കക്കാഷി ആണെങ്കിൽ ഒബീറ്റോയെ ഹഗ് ചെയ്ത് കരയാൻ വേണ്ടി തുടങ്ങും. ഇത് കാണുന്ന ഒബീറ്റോയും കരയുന്നു. അതുപോലെ റിന്നും കരയുന്നു. പഴയതുപോലെ ഇവർ ടീം 7 ആയിട്ട് ഒരുമിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ റിൻ മരിക്കാത്തത് കൊണ്ട് തന്നെ കക്കാഷിക്കും ഒബീറ്റോയ്ക്കും ആ ഒരു മാഗിക്കും ഷെറിങ്ങൻ അവയ്ക്കാനാകുന്നില്ല. ഇവിടെ നമ്മുടെ ഒബീറ്റോ ജീവനോട് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കക്കാഷി പറയും, ഇതാ നിന്റെ ഷെറിങ്ങൻ നീ തന്നെ എടുത്തോ എന്ന് പറയുന്നു. കാരണം നമ്മുടെ ഒബീറ്റോ മരിക്കാനായ സമയത്ത് കക്കാഷിക്ക് തന്റെ ഷെറിങ്ങൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. ഇത് കേട്ടയുടൻ തന്നെ നമ്മുടെ ഒബീറ്റോ പറയും, എനിക്കിത് തിരിച്ചെടുക്കാൻ കഴിയില്ല, കാരണം ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് ഇത് നൽകിയത്. അതുകൂടാതെ എന്നെ സേവ് ചെയ്യുന്ന സമയത്താണ് കക്കാഷിയുടെ കണ്ണ് പോയത്, അതുകൊണ്ട് ഇത് നിനക്ക് അർഹതപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് നമ്മുടെ റിന്നാണ്. കാരണം റിന്നിന്റെ ഉള്ളിലാണ് ആ ഒരു 3 tail ബീസ്റ്റ് ഉള്ളത്. അത് പുറത്തു വരുന്നതിന് മുൻപ് ഇവരുടെ ബോഡിയിൽ തന്നെ അത് സീൽ ചെയ്യണം. അത് നമ്മുടെ മിനാട്ടോ സെൻസയ്ക്ക് സീൽ ചെയ്യാൻ കഴിയുമെന്നും പറയുന്നു. അങ്ങനെ കക്കാഷി ഒബീറ്റോ റിൻ 3 പേരും വില്ലേജിൽ എത്തുന്നു. ഇവിടെ റിൻ ആണെങ്കിൽ വില്ലേജിന്റെ അകത്ത് കയറില്ല. കാരണം ആ ഒരു 3 tail ബീസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വലിയ റിസ്ക് ആണ്. അതുകൊണ്ട് കക്കാഷി പറയും, ഞാൻ മാത്രം വില്ലേജിൽ കയറി നമ്മുടെ മിനാട്ടോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ കക്കാഷി മാത്രം വില്ലേജിനകത്ത് കയറുകയും നമ്മുടെ ഒബീറ്റോയും റിന്നും ആണെങ്കിൽ തനിച്ച് വില്ലേജിന്റെ പുറത്തിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഒബീറ്റോയും റിന്നും ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഒബീറ്റോ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ റിൻ ഒബീറ്റോയോട് പറയും, നീ എനിക്ക് വേണ്ടിയാണ് നിന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തതെന്നും ഒബീറ്റോ നീ എന്നെ ഇഷ്ടപ്പെടുന്ന കാര്യവും കക്കാഷി എന്നോട് പറഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിൻ ഒബീറ്റോയോട് ഡയറക്റ്റ് തന്നെ പറയുന്നു. അങ്ങനെ ഇത് കേട്ട ഒബീറ്റോക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഞാനൊരു ഷിനോബിയാണ്, ആ ഒരു സമയത്ത് ആരാണെങ്കിലും തന്റെ ഫ്രണ്ട്സിനെ സേവ് ചെയ്യാനാണ് ശ്രമിക്കുക എന്നും പറയുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് റിൻ കരഞ്ഞുകൊണ്ട് ഒബീറ്റോയെ ഹഗ് ചെയ്യുന്നു. കാരണം ഒബീറ്റോക്ക് റിന്നിന്റെ മുകളിൽ അത്രയധികം ഇഷ്ടമുള്ള കാര്യം റിൻ മനസ്സിലാക്കി റിൻ തിരിച്ച് ഒബീറ്റോയെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ റിൻ പതിയെ ഒബീറ്റോയ്ക്ക് ഒരു കിസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കക്കാഷി മിനാട്ടോയോ അവിടെ എത്തുന്നു. മിനാട്ടോ എത്തിയ ഉടൻ തന്നെ നമ്മുടെ ഒബീറ്റോയെ കണ്ട് ചോദിക്കും, ഞാൻ തെറ്റായ സമയത്താണോ വന്നത്? അപ്പോൾ തന്നെ ഒബീറ്റോ, അല്ല സെൻസെ, നിങ്ങൾ തെറ്റായിട്ടാണ് കരുതിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ടോപ്പിക് അവിടെ വിടുന്നു. അങ്ങനെ നമ്മുടെ റിന്നിന്റെ ബോഡിയിൽ നിന്നും ആ ഒരു 3 tail പുറത്തു വരാതിരിക്കാനായി റിന്നിന്റെ ബോഡിയിൽ തന്നെ ആ ഒരു 3 tail സീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റിന്നിനെ മെഡിക്കൽ ടീമിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ മിനാട്ടോ ഒബീറ്റോയോട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഒബീറ്റോയുടെ മുകളിൽ ആ ഒരു പാറ വീണതിന് ശേഷം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരോട് ഷെയർ ചെയ്യുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് മാതറ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന കാര്യം. അതുകൂടാതെ മാതറയുടെ ആ ഒരു ഇൻഫിനിറ്റി സുക്കിയോമി എന്ന ആ ഒരു പ്ലാനും നമ്മുടെ മിനാട്ടോ സെൻസയ്ക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഇവിടെ മാതറ റിനീഗൺ അവേക്കൺ ചെയ്തതും തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒബീറ്റോയ്ക്ക് അറിയില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഇവർക്ക് മനസ്സിലാകും ആ ഒരു സേജോ 6 പാത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സത്യമായിരുന്നു എന്ന്. എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ മിനാട്ടോക്ക് മറ്റൊരു സംശയം വരും. കാരണം മാതറയുടെ ആ ഒരു പ്ലാൻ അനുസരിച്ച് ഗഡോ സ്റ്റേജ് സമൺ ചെയ്യണം. ഇത്
സമൺ ചെയ്യണമെങ്കിൽ എന്തായാലും റെനിഗണും ഉണ്ടായിരിക്കണം. എന്നാൽ ഉച്ചിഹ വംശത്തിലുള്ള ഒരാൾക്ക് റെനിഗൺ അവൈക്കൺ ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ മിനാട്ടോ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഉച്ചിഹാന്റെ ലീഡറായിട്ടുള്ള ഫുഗാക്കുവിന്റെ അടുത്ത് എത്തുകയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഫുഗാക്കു ആണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മിനാട്ടോക്കും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഫൈനലി ഇവർക്കും മനസ്സിലായി നമ്മുടെ മാതറ റെനിഗൺ അവൈക്കൺ ചെയ്തിരുന്നു എന്ന്. എന്നാൽ ഇപ്പോൾ ആ ഒരു റെനിഗൺ എവിടെയാണ് ഉള്ളതെന്ന് ഇവർക്കും അറിയില്ല. എന്നാൽ ഇവിടെ മിനാട്ടോയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റുന്നുണ്ട്. ഈ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ജിറായൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ആ ഒരു നാഗട്ടോയുടെ റെനിഗൺ മാതയുടെ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ മിനാട്ടോ ആണെങ്കിൽ ഈ ഒരു വിഷയം നമ്മുടെ ജിറായൊക്കെ അറിയിക്കുന്നുമില്ല. കാരണം നമ്മുടെ ജിറായ ആണെങ്കിൽ റെയിൻ വില്ലേജിൽ നിന്നും നാഗട്ടോയെ 3 വർഷമാണ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ തന്നെ ജിറയൊക്കെ അറിയാം ആ ഒരു റെനിഗൺ ഐസ് നമ്മുടെ നാഗട്ടോയുടെ കണ്ണിലുണ്ട് എന്ന കാര്യം. അങ്ങനെ ഫൈനലി നമ്മുടെ ഒബീറ്റോക്ക് നമ്മുടെ മാതയുടെ ഹൈഡൌട്ട് അറിയുന്നത് കൊണ്ട് തന്നെ മിനാട്ടോ, ഹിറൂസൻ, ഒബീറ്റോ, കക്കാഷി, അൻബു ബ്ലാക്ക് ഹോപ്സിലുള്ള ആൾക്കാരൊക്കെ ചേർന്ന് ആ ഒരു മാതയുടെ ഹൈഡൌട്ട് കണ്ടുപിടിക്കുകയും അവിടെ എത്തുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്നെ ആരും തന്നെ അവിടെ ഉണ്ടാകില്ല. കാരണം ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ മാതറ ഓൾറെഡി വയസ്സായി മരിച്ചിട്ടുണ്ടാകും. അവിടെ ബ്ലാക്ക് ജെറ്റ്സും ഉണ്ടാകില്ല. അങ്ങനെ ഇവിടെ ആരെയും കാണാത്തത് കൊണ്ട് അവർ തിരിച്ച് വില്ലേജിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സമാധാനത്തിൽ അങ്ങനെ പോകുന്ന സമയത്താണ് നറൂട്ടോ ജനിക്കുന്ന സമയം കുഷിനേക്ക് ഗാർഡ്സായി ഒബീറ്റോയും കക്കാഷിയെയും നിർത്തുന്നു. ഈ സമയത്ത് സീരീസിൽ എന്താണ് സംഭവിച്ചത്? ഒബീറ്റോ ആ ഒരു മാസ്ക് വെച്ച് നൈൻറ്റെയിലിനെയും കൊണ്ടുവന്ന് മാതറയാണെന്ന് പറഞ്ഞ് ആ ഒരു വില്ലേജ് അറ്റാക്ക് ചെയ്തതല്ലേ. എന്നാൽ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. ഇവിടെ നമ്മുടെ ബ്ലാക്ക് സെറ്റ്സുമാണ് നറൂട്ടോയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ സീരീസിൽ ഒബീറ്റോ എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ ബ്ലാക്ക് സെറ്റ്സും ചെയ്യുന്നത്. നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ നറൂട്ടോയെ എടുത്ത് ടെലിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വലിയൊരു വൈറ്റ് സെറ്റ്സു ആർമി ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഒബീറ്റോയും കക്കാഷി ആണെങ്കിൽ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയം നമ്മുടെ ബ്ലാക്ക് സെറ്റ്സു ആണെങ്കിൽ നൈൻറ്റെയിലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നൈൻറ്റെയിലും പുറത്തു വരുന്നു. അങ്ങനെ നൈൻറ്റെയിൽ പുറത്തു വന്നതോടുകൂടി നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും നൈൻറ്റെയിലിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ റിൻ ഉള്ളത്. അതുകൊണ്ട് അവളെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് കക്കാഷിയോട് നീ ഇവരെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഒബീറ്റോ അവളുടെ അടുത്തേക്ക് ഓടുന്നു. അങ്ങനെ ഈ സമയം നടന്നതുപോലെ തന്നെ നമ്മുടെ നൈൻറ്റെയിലിനെ ടെലിപ്പോർട്ട് ചെയ്ത് ഓൾറെഡി സീരീസിൽ നടന്നതുപോലെ തന്നെ നമ്മുടെ മിനാട്ടോ റീപ്പർ ഡെത്ത് സീൽ യൂസ് ചെയ്ത് നമ്മുടെ നൈൻറ്റെയിലിനെ സീൽ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നൈൻറ്റെയിൽ നമ്മുടെ നറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. നമ്മുടെ കുഷിനെയും മിനാട്ടോയും അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ കക്കാഷി ഒബീറ്റോയും അവിടെ എത്തുകയും ഇവരിത് കാണുന്ന സമയത്ത് തന്നെ രണ്ടുപേരുടെയും മങ്കിക്ക് ഷെറിങ്ങനെ അവൈക്കൺ ആവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ നറൂട്ടോയുടെ ബോഡിയിൽ നമ്മുടെ നൈൻറ്റെയിലിനെ സീൽ ചെയ്യുകയും മിനാട്ടോയും കുഷിനെയും ഇവിടെ മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ഒബീറ്റോ പറയും ഇതിനെല്ലാം കാരണം ഞാനാണ്. ഞാൻ റിന്നിന്റെ അടുത്തേക്ക് പോയത് കൊണ്ടാണ് മിനാട്ടോ സെൻസനും കുഷിനേക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാൻ വേണ്ടി തുടങ്ങും. എന്നാൽ നമ്മുടെ കക്കാഷി ആണെങ്കിൽ ഒബീറ്റോയെ ആശ്വസിപ്പിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ നറൂട്ടോയൊക്കെ കുറച്ച് വലുതായി നറൂട്ടോ, സാസ്കെ, സാക്കുറ എന്ന് പറഞ്ഞിട്ടുള്ള ടീം 7 ഉണ്ടാവുന്നു. ഇവിടെ സീരീസിൽ ഇവരുടെ സെൻസൈ കക്കാഷി ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒബീറ്റോ ആണ് ഇവരുടെ സെൻസൈ. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒബീറ്റോ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നറൂട്ടോയുടെ ബോഡിയിലുള്ള ആ നൈൻറ്റെയിൽ എങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ ഒബീറ്റോയുടെ ആ ഒരു വുഡ് സ്റ്റൈൽ വെച്ച് ആ ഒരു നൈൻറ്റെയിലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ സാസ്കെ ഒരു ഉച്ചിഹ ആയതുകൊണ്ട് തന്നെ ഷെറിങ്കൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും നമ്മുടെ സാസ്കേക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എന്നാൽ സീരീസിൽ ഓൾറെഡി നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹ ക്ലാൻ ഇല്ലാതാക്കിയില്ലേ, അത് ഇവിടെ സംഭവിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജിറായുടെ ഡെത്ത്, നമ്മുടെ ഇറ്റാച്ചിയുടെ ഡെത്ത്, ഇതൊക്കെ സീരീസിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പെയിൻ ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യുന്ന സമയം കക്കാഷിക്ക് പകരം നമ്മുടെ പെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഒബീറ്റോ ആയിരിക്കും. ഇവിടെ ഒബീറ്റോ ആണെങ്കിൽ 4 പേരിനെ ഒറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്യുന്നുണ്ടാകും. അതും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ ഒബീറ്റോ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ അവസാനമുള്ള ആ ഒരു യാഹിക്കോ പെയിനെ നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ കാമോയി വെച്ച് ടെലിപ്പോർട്ട് ചെയ്യാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഒബീറ്റോക്ക് അത് നടന്നില്ല. പിന്നെ സീരീസിലുള്ളതുപോലെ ഫൈറ്റ് നടക്കുകയും സേജ് മോഡിൽ മാറിയ നമ്മുടെ നറൂട്ടോ അവിടെ വരികയും പെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ നമ്മുടെ പെയിൻ നറൂട്ടോയെ പിടിച്ചു വെക്കുകയും ഹിനാട്ട നമ്മുടെ നറൂട്ടോയെ സേവ് ചെയ്യാൻ പോകുന്ന സമയത്ത് സീരീസിൽ പെയിൻ ആണെങ്കിൽ ഹിനാട്ടയെ അടിച്ചു തെറിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സിറ്റുവേഷൻ മാറി. നമ്മുടെ പെയിൻ ആണെങ്കിൽ ഹിനാട്ടയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ ഹിനാട്ട വാനിഷ് ആകുന്നു. ഹിനാട്ട എവിടെ പോയി എന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ കക്കാഷി അവിടെ എൻട്രി ആകുന്നത്. അതായത് നമ്മുടെ കക്കാഷി ആണെങ്കിൽ ഓൾറെഡി മറ്റൊരു മിഷനിലാണ് ഉണ്ടാവുക. എന്നാൽ കക്കാഷിയുടെ ബോഡിയിലുള്ള ആ ഒരു ഷെറിങ്കൻ ഒബീറ്റോയുമായിട്ട് ലിങ്ക് ആയതുകൊണ്ട് തന്നെ എന്തോ ഒന്ന് തെറ്റായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ കക്കാഷി ഇവിടെ എത്തുന്നത്. അങ്ങനെ കക്കാഷി അവിടെ എത്തിയ ഉടൻ തന്നെ നമ്മുടെ ഹിനാട്ടയെ ടെലിപ്പോർട്ട് ചെയ്താണ് കക്കാഷി ഇവിടെ പെയിനിന്റെ മുന്നിൽ എത്തുന്നത്. അങ്ങനെ കക്കാഷി ഇവിടെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ നൈൻറ്റെയിലേക്ക് മാറുന്നില്ല, നറൂട്ടോയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം സീരീസിലുള്ളതുപോലെ പെയിൻ ആ ഒരു പ്ലാനറ്ററി ഡിവൈസേഷൻ യൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നെയും കക്കാഷി തന്റെ മുഴുവൻ ചാക്ര ഉപയോഗിച്ച് കാമോ യൂസ് ചെയ്ത് അത് മുഴുവനായും ടെലിപ്പോർട്ട് ചെയ്യുന്നു. ആ സ്പോട്ടിൽ തന്നെ കക്കാഷി മയങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സീരീസിൽ നടന്നതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ആ ഒരു യാഹിക്കോ പെയിനെ ഡിഫീറ്റ് ചെയ്യുകയും അവസാനം ഇതല്ല യഥാർത്ഥ പെയിൻ എന്ന് മനസ്സിലാക്കി നാഗാട്ടോയുടെ അടുത്തെത്തി അവനെ കൺവിൻസ് ചെയ്യിപ്പിച്ച്
ഈ ഒരു പെയിൻ അറ്റാക്കിൽ മരിച്ചുപോയ എല്ലാവരും തിരിച്ചു വരികയും ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ബ്ലാക്ക് സെറ്റ്സും മാധുരമൊക്കെ ഇല്ലാത്തത് കൊണ്ട് പിന്നീട് വില്ലേജ് സമാധാനമായിട്ടാണ് പോയത്. അങ്ങനെ ഒബീറ്റോ തന്റെ ആഗ്രഹം പോലെ ലീഫ് വില്ലേജിന്റെ പിത്ത് ഒക്കാകെ മാറുകയും ചെയ്യുന്നു. റിന്നുമായിട്ടുള്ള മാരേജും നടക്കുന്നു. ലീഫ് വില്ലേജിലെ എല്ലാവരും ഇത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഒബീറ്റോയുടെ സ്റ്റോറിയും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഈ ഒരു വാട്ട് ഇഫ് തിയറി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.